ഗുരുതരമായ ഇത്തരം കോപ്രാട്ടിത്തരങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കുരുവട്ടൂർ ശൈഖിന് ശരീഅത്തിൽ എന്താണ് കുഴപ്പം എന്ന നൗഷാദ് മൗലവിയുടെ ആമാശയ മുന്നേറ്റത്തിലെ ചോദ്യങ്ങൾ പല കുബുദ്ധികളും ഏറ്റുപിടിക്കുന്നത് വിഷയസംബന്ധിയായ ഒരു ഡോക്യുമെന്ററി നിർമ്മാണത്തിന് ഞങ്ങളെ നിർബന്ധിപ്പിച്ചു. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഉസ്താദ് അവറുകളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് ടെലസ്കോപ്പ് വെച്ച് പരിശോധിച്ചാലും ദീനിനെതിരായ ഒരു അണിമണി തൂക്കം കണ്ടുപിടിക്കാൻ മാത്രം ഒരാളും വളർന്നിട്ടില്ല. അതെ, നീ പറഞ്ഞതും നിനക്ക് തന്നെ ബോധ്യമുള്ളതുമായ ശരീഅത്തിലെ കുഴപ്പം കണ്ടെത്താൻ ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ഞങ്ങളുടെ നിസ്വാർത്ഥരായ ഉലമാക്കൾ വ്യക്തമായ തെളിവില്ലാതെ ഒന്നും പറയില്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും അടിവേരുകൾ തേടിയുള്ള യാത്രയ്ക്ക് മുമ്പ് പ്രേക്ഷകരോട് ചിലത് ഉണർത്തുകയാണ്. ഏതെങ്കിലും വ്യക്തികളെ അപമാനിക്കലോ അപകീർത്തിപ്പെടുത്തലോ ഞങ്ങളുടെ ലക്ഷ്യമല്ല. പല ആവർത്തി ഞങ്ങളിത് വേണ്ടെന്ന് വച്ചു. പക്ഷേ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ഉലമാക്കളെ സമൂഹമധ്യത്തിൽ താറടിക്കുമ്പോൾ ഞങ്ങൾക്കിത് പറയാതിരിക്കാനും വയ്യ. മുതഅല്ലിമുകൾക്ക് കിതാബോധി കൊടുക്കാനും യതീമുകൾക്ക് ഭക്ഷണം നൽകാനും സമൂഹത്തെ നേർമാർഗത്തിൽ നടത്താനും വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന ഞങ്ങളുടെ ഉലമാക്കൾക്ക് നിങ്ങളുടെ പൊള്ളവാദങ്ങൾക്ക് ചെവി കൊടുക്കാൻ സമയമില്ല, അതിന്റെ ആവശ്യവുമില്ല. ഈ വായാടിയ കയറൂരിവട്ട ശൈഖിന് തന്റെ പണി നോക്കിയാൽ മതിയായിരുന്നു. അല്ലയോ കുരുവട്ടൂർ, ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നില്ല. സമസ്തയെ ഭിന്നിപ്പിച്ച് താജുൽ ഉലമയുടെ ഇരിപ്പിടം സ്വന്തമാക്കാമെന്ന് മോഹിച്ചു വന്ന താങ്കളെ ഇനിയും സമൂഹത്തിന് പരിചയപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. നിങ്ങൾ ആരുടെ ചാരനാണെന്നോ ഏത് പിശാച്ചാണ് നിങ്ങളുടെ കൂടെയെന്നോ ഞങ്ങൾക്കറിയില്ല. ഏതായാലും സമസ്തയുടെ ഇൽമിനെ തോൽപ്പിക്കാൻ 10,000 വർഷം നോമ്പ് നോറ്റിരുന്നാലും താങ്കൾക്കെന്നല്ല ഒരാൾക്കും കഴിയില്ല എന്നോർമ്മപ്പെടുത്തി ഇന്ന് എട്ടിക്കുളത്തെ ചുവപ്പ് നിറമുള്ള 6 അടി മണ്ണിലെ കൊട്ടാരത്തിലിരുന്ന് ഞങ്ങളെ നിയന്ത്രിക്കുന്ന താജുൽ ഉലമയെ അനുസ്മരിച്ച് പൂർണ്ണമായി സത്യമാണെന്ന് ബോധ്യപ്പെട്ടതല്ലാത്തതൊന്നും ഇതിൽ പരാമർശിക്കില്ലെന്ന് ഉറപ്പു നൽകി ഞങ്ങൾ തുടങ്ങട്ടെ. ഇതാണ് കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം. വാദങ്ങളിൽ അമാനുഷിക കഴിവുകൾ കൊണ്ട് മുത്തുനബിയെപ്പോലും കവച്ചുവെക്കാനുള്ള ഗൂഢനീക്കം, സ്വയം പ്രഖ്യാപിത കറാമത്തുകൾ വഴി ആസൂത്രിത നീക്കത്തിലൂടെ ഒട്ടനവധി പണ്ഡിതരെ പോലും വലവീശിയ ഇയാൾ ഉത്തരാഖണ്ഡ് കാട്ടിൽ ഇബാദത്തിൽ മുഴുകിയ ആളെന്നായിരുന്നു കേട്ടുകേൾവി. ആയതിനാൽ ആദ്യ അന്വേഷണത്തിന് ഉത്തരാഖണ്ഡ് തന്നെ ഞങ്ങൾ തെരഞ്ഞെടുത്തു. കോഴിക്കോട് നിന്ന് ഡെറാഡൂൺ എക്സ്പ്രസ് കയറി 2 ദിവസം യാത്ര ചെയ്ത് ഹരിദ്വാറിലെ റൂർക്കിയിൽ ട്രെയിനിറങ്ങി നേരെ കല്യാറിലേക്ക് നീങ്ങി. വിശ്വപ്രസിദ്ധ പണ്ഡിതനും സൂഫിയുമായ സയ്യിദ് അലാവുദ്ദീൻ അഹമ്മദ് സ്വാബിർ തങ്ങളുടെ ദർഗയ്ക്ക് സമീപം വാഹനമിറങ്ങി. ദർഗ സിയാറത്ത് ചെയ്ത് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചു. പണ്ഡിത സമൂഹത്തെ അന്വേഷിച്ച് നീങ്ങിയ ഞങ്ങളുടെ ദൃഷ്ടി ഈ ബോർഡിൽ പതിഞ്ഞു.